ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ അഡ്വക്കേറ്റുമാരുടെ ഇടയിൽ കൊള്ളാവുന്നൊരു ഗ്രൂപ്പുണ്ട്. അത് വെറും ഒഫീഷ്യൽ അല്ല. ഒരു ഡീൽ സംസാരിച്ചു കഴിഞ്ഞ് അതിനെ ഒറ്റിക്കൊടുത്താം ഞങ്ങൾ ആ കേസ് അങ്ങ് വിടും. പിന്നെ അത് കൈകാര്യം ചെയ്തത് കൈക്കരുത്തുള്ള ചിലരായിരിക്കും. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടനെപ്പോഴാ ജയിലിൽ നിന്ന്? എനിക്ക് പരോള് കിട്ടി. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? എന്നിട്ടെന്താ എന്നെ കാണാൻ വരാതിരുന്നേ? ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നീ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ ഈ പരോളിൽ ഇറങ്ങിയിരിക്കുന്നതേ വ്യക്തമായ ചില ഉദ്ദേശങ്ങളോടെയാ. തൽക്കാലം ഞാൻ പുറത്തുണ്ടെന്നുള്ള കാര്യം കണിമംഗലത്ത് ആരും അറിയണ്ട. അവരായിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയില്ലല്ലോ. എന്നാലും എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ ചന്ദ്രേട്ടനെ. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് നമുക്ക് കാണാം. ചെറിയ മിങ്ങ തന്നെ. ഹലോ ചെറിയച്ച, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗൗതം പറഞ്ഞോ? ഇതിലും ദയനീയ അവസ്ഥ ഇനി ഞങ്ങൾക്ക് വരാനില്ല. പ്രിയങ്കയുടെയും വരുണിന്റെയും ഡിവോഴ്സ് കേസ് നടക്കുക. അതിനുള്ള പണം തയ്യാറാക്കലും മറ്റോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തില് കണിമംഗലം ജാതികയുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോവാ. നീ പേടിക്കേണ്ട കൽപ്പന. പ്രിയങ്കയുമായിട്ടുള്ള ഡീല് നടക്കില്ല. അത് ഞാൻ തടഞ്ഞിരിക്കും. എങ്ങനെ? മുമ്പത്തെ പോലെയല്ല. നമ്മുടെ കൂടെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിശക്തരായ ഒരുപാട് പേർ. നിങ്ങൾ ധൈര്യമായിട്ട് കാത്തിരുന്നോ. വരാൻ പോകുന്നത് നമ്മുടെ സമയമാണ്. അതിനുവേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ പിന്നീട് വിളിച്ചോളാന്ന് ചെറിയമ്മയോട് പറ. ശരി. എന്റെ ദൈവമേ, എനിക്കൊന്ന് ജീവൻ വീണു. പ്രിയങ്കയുടെ വിവാഹബന്ധം വേർപെടുത്തുന്ന ഡീല് നടത്തില്ല എന്ന് ചെറിയച്ഛൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ സഹായത്തിന് കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവരുടെ സഹായത്തോടുകൂടി തന്നെയായിരിക്കും ചന്ദ്രേട്ടൻ പുറത്തിറങ്ങിയത്. ഒന്നുമില്ലെങ്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഒരാളായല്ലോ. നീ പേടിക്കേണ്ട കൽപ്പനെ. ഇത്രയും കാലം ജയിലിൽ കിടന്നതിന്റെ പക മുഴുവൻ ചന്ദ്രേട്ടനുണ്ടാവും. ചന്ദ്രേട്ടനത് തീർക്കും. മോളെ, എനിക്കിപ്പോഴും ആ സുകുമാരിയുടെ കാര്യത്തിൽ സംശയമാണ്. ദേവനാരായണൻ തിരുമേനിയെ പോലുള്ള ഒരാളെ ചതിക്കാൻ മടിയില്ലാത്ത ആളാണ്. അവര് നമ്മളെയൊക്കെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആരതി മോളെ, ഇതുവരെ പല മധ്യസ്ഥതകളും നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനത്തെ ഒരു ഡീലല്ല. ഇടപെടുന്നവർ കൂടി നന്നായാലല്ലേ ഒരു കാര്യം കൃത്യമായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ അതിന് ഒരു തെറ്റും പറയുന്നില്ല. സുകുമാരിയമ്മ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യം, പ്രിയങ്കയുടെ സ്വഭാവ വൈകൃതം, ഇതല്ലേ പേടിപ്പിക്കുന്ന സംഗതി. പക്ഷേ ചെറിയമ്മേ, ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ അഡ്വക്കേറ്റുമാരുടെ ഇടയിൽ കൊള്ളാവുന്നൊരു ഗ്രൂപ്പുണ്ട്. അത് വെറും ഒഫീഷ്യൽ അല്ല. ഒരു ഡീൽ സംസാരിച്ചു കഴിഞ്ഞ് അതിനെ ഒറ്റിക്കൊടുത്താം ഞങ്ങൾ ആ കേസ് അങ്ങ് വിടും. പിന്നെ അത് കൈകാര്യം ചെയ്തത് കൈക്കരുത്തുള്ള ചിലരായിരിക്കും. ഒരുപക്ഷെ നിങ്ങളൊക്കെ പോലും പേര് കേട്ടാൽ പേടിക്കുന്ന ചിലർ. അവരോട് കൊല്ലാൻ പറഞ്ഞ കൊല്ലും, തിന്നാൻ പറഞ്ഞ തിന്നും. അത് ശരി. അപ്പൊ നിന്റെ ജോലിയിൽ ഇതൊക്കെ ഉണ്ടോ? തെറ്റ് ചെയ്യുന്നവർ എവിടെ ഇല്ലാത്തത്? സുകുമാരിയമ്മയുടെയും പ്രിയങ്കയുടെയും കാര്യം പൂർണ്ണമായും എനിക്ക് വിട്ടേക്ക്. ഞാനത് കൈകാര്യം ചെയ്തോളാം. സമ്മതിച്ചു. ഈ ഒരു കാര്യം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാ
വരുണ് രാധികയ്ക്കും പിന്നെ വേറെ ഭീഷണിയൊന്നുമില്ല. പിന്നെ അവളെ എന്റെ ആഗ്രഹം പോലെ ഒന്ന് മാറ്റിയെടുക്കണം. അല്ല, അതെന്താ ഇപ്പോഴുള്ള രാധിക കൊള്ളൂല്ലേ? ഇനി എന്താ അവളെ ചേഞ്ച് ചെയ്യാനുള്ളേ? അതല്ല മോളെ, അവളുടെ ലോകം സംഗീതമാ. എന്നിൽ നിന്നും അവൾക്ക് പകർന്നു കിട്ടിയത് സംഗീതം തന്നെയാ. ഞാൻ നടന്ന വഴികളിലൂടെ എല്ലാം അവൾ നടക്കണം. ഞാൻ എത്തിയതിനേക്കാളും കൂടുതൽ ഉയരത്തിൽ അവൾ എത്തണം. സംഗീതാസ്വാദകരുടെ നാവിൽ രാധിക എന്നുള്ള പേര് പതിയുന്നത്, അത് ഒരിക്കലും മാറ്റാൻ കഴിയാത്തതാവുന്നിടത്തോളം കാലം എനിക്ക് അവളുടെ കൂടെ നിൽക്കണം. എന്നിട്ട് എല്ലാം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങണം. ഗായിക രാധികയുടെ അമ്മ വിടവാങ്ങി എന്നൊരു ന്യൂസ് ആയിരിക്കണം വരേണ്ടത്. ആഹാ, മരണം പോലും കൃത്യമായി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആലോചിക്കാൻ ഒരുപാട് നേരം കിട്ടുന്നതുകൊണ്ട് എല്ലാം എഴുതി പഠിച്ച് വെച്ചിരിക്കുവല്ലേ? ഇതുവരെ ചെറിയമ്മ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ കേട്ടുനിന്നു. പക്ഷെ ഇപ്പൊ രാധിക കൂടെയുണ്ട്, അവളുടെ കൂട്ടുണ്ട്. എന്നിട്ട് ഇത് തന്നെയാണ് ചെറിയമ്മ പറയുന്നെങ്കിൽ നമ്മൾ പിണങ്ങേണ്ടി വരും. അത് ശരിയാ മോളെ, ഇക്കാര്യം ഇനി പറയിക്കാൻ പാടില്ല. അമ്മ മാത്രമായ പോരല്ലോ, അമ്മുമ്മയും ആവണ്ടേ? രാധിക മോളുടെ കുട്ടികളെ കളിപ്പിക്കണ്ടേ? അവളുടെ കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കണ്ടേ? അതെല്ലാം കഴിഞ്ഞിട്ട് മരണത്തെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാം. എന്തേ? അപ്പോ ഈ രാത്രിയോടെ ഇല്ലാതാകുന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇതൊരു ഔദ്യോഗികമായ അറിയിപ്പാണ്. പത്മിനി, മക്കൾ ഇറങ്ങാറായില്ലേ? അവര് റെഡിയായിക്കൊണ്ടിരിക്കാമേ, ഇപ്പൊ വരും. ആ ഉർവശി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഓ, ഞങ്ങളോട് ആര് പറയാനാമേ? നീ അങ്ങനെ വിഷമിക്കല്ലേ ഉർവശി. നിന്നെ എന്തെങ്കിലും കാര്യത്തിന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട. വരുണും രാധികയും അഡ്വക്കേറ്റ് ഓഫീസിലേക്ക് പോവുകയാ, പ്രിയങ്ക ആവശ്യപ്പെട്ട പണം കൊടുക്കാൻ. കൽപ്പന കേട്ടോ? ഓ, കേട്ടു മുത്തശ്ശി. പറയുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് പണവും വാങ്ങിച്ച് പ്രിയങ്ക ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാ ഈ കുടുംബത്തിന് പിന്നെ പ്രിയങ്കയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് കണിമംഗലത്തെ കാര്യങ്ങൾ അവളോട് പറയുക, അവൾ എന്തെങ്കിലും പറഞ്ഞാ ഇവിടെ പ്രാവർത്തികമാക്കാൻ നോക്കുക എന്നതൊക്കെ നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ തീർത്ത് പറയുക രണ്ടുപേരോടും.